നമസ്കാരം, ഞാൻ മണിത്താമര. നാടും നാട്ടുവഴികളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ പ്രോഗ്രാം നേരത്തെ ഇവിടെ വെച്ചാണ് ആദ്യം എപ്പിസോഡ് തുടങ്ങിയിരുന്നത്. ആ സമയത്ത് ഇത് വളരെ മൊട്ടക്കാടാണ്. എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ സ്ഥലമാണിത്. ഇവിടെ ഇപ്പോൾ ഈ 2 അടിയായി ഈ സാധനം, ഈ ഇതൊക്കെ. ഇനിത് പോയിട്ട് 5 അടി, 5.5 അടി, 6 അടി ഉയരം. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ വഴി കംപ്ലീറ്റും നമ്മൾ ഒരാൾ പോയാലും കൂടി അപ്പുറം ഇപ്പുറം നോക്കിയാൽ അറിയാത്ത വിധമായിരിക്കും ഇനി ഇതാവാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഏരിയ തന്നെ ഒരു പ്രത്യേക നല്ല പ്രകൃതി ഭംഗിയാണ്. അപ്പോൾ മഴ പെയ്തപ്പോൾ ഈ ചെടിയില്ലേ, ഇതാ ഇവിടെ ഭയങ്കര ഉയരം, നല്ല ഉയരത്ത് വരും. ശരിക്കും ഒരു 5.5 അടി ഹൈറ്റിൽ ഇവിടെ മൊത്തം ഇനി കാണാം. ഞാനിതിപ്പോൾ അന്ന് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ സംഭവം മനസ്സിലായില്ല. അതാണ് കണ്ടപ്പോൾ വ്യത്യാസമായി. ഇനിയിപ്പോൾ നിങ്ങൾ ആ പഴയ എപ്പിസോഡ് കാണുമ്പോൾ അതെടുത്ത് നോക്കിയിട്ട് ഇതേ പ്രദേശം കണ്ടാൽ അറിയാം, അയ്യോ ദൈവം ഇതെന്താണ്. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഏരിയ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം. അപ്പോൾ നമ്മൾക്ക് ഈ പ്രാവശ്യം ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ ടീസർ വേലയിറക്കല്ലേ വേല ഇതാന്നുള്ള ടീസർ എല്ലാവരും കണ്ടതിന് ഞാൻ നന്ദി പറയണം. ഇനിയും ആൾക്കാരത് കണ്ടുകൊണ്ടിരിക്കണം. ആ പരിപാടി, ആ ടീസർ ഭയങ്കര അഭിപ്രായങ്ങളായിരുന്നു. നമ്മളൊരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കുന്ന ഒരാളല്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു താടി വെച്ച് അത് കുറച്ച് പഠിച്ച്, പിന്നെ കുറച്ച് വെച്ച്, പിന്നെ മിക്സിയാക്കി, പിന്നെ ജയൻ്റെല്ലോ എൻ്റെ പാൻറ്റിൻ്റെ ഷർട്ടൊക്കെ തേച്ച്, അയ്യോ എനിക്ക് വയ്യ, എന്നെക്കൊണ്ടാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു. അപ്പോൾ അതെല്ലാവരും കണ്ടതിന് സന്തോഷം. എന്നെ നമ്മുടെ ഈ ടീച്ചർ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു, താമരേട്ട നിങ്ങൾ എങ്ങനെ ഇത് എഴുതിയത് എന്നൊക്കെ ചോദിക്കേണ്ട ആൾക്കാർ. ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയുകയാണ്, എല്ലാവർക്കും എഴുതാം. ഇപ്പോൾ നാടൻ പാട്ടുകളാവട്ടെ, അല്ലെങ്കിൽ നാടൻ ആൽബം സോങ് ആവട്ടെ, സിനിമ സോങ് ആവട്ടെ, എല്ലാവർക്കും എഴുതാം കേട്ടോ. പണിയാണോ എന്ന് ചോദിച്ചാൽ പണിയാണ്, അല്ല വെച്ചാൽ അല്ല. കാരണം നമ്മൾ മനസ്സിരുത്തിയാൽ നിങ്ങൾക്കും വരും വരി, ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലുണ്ടാവുക. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ ഭൂമിയിൽ എന്തെല്ലാം നടക്കുന്നു എന്നൊക്കെ വ്യക്തമാണ്. ഇപ്പം നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ അതാണ്, അതിൻ്റെ ഒരു വേദന. അത് ഞാൻ ഓപ്പണായിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറഞ്ഞറിയിക്കാനും അറിയില്ല. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അർജുൻ വി അക്ഷയ് എൻ്റെ ഒരു സ്വന്തം അനിയനെ പോലെയാണ്. അത്രയും ഞങ്ങൾ ബന്ധമാണ്. ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിന് വെച്ച് പാലക്കാട് വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ പരിചയപ്പെട്ടുള്ള അന്ന് തൊട്ടുള്ള ഇന്ന് വരെയും അവൻ ആ ഒരു ബഹുമാനവും മര്യാദയും നമുക്ക് തരുന്നുണ്ട്. ഞാൻ വിളിക്കും, ഹലോ അർജുൻ, തവരട്ടാ പറീ. അത് തന്നെ ഒരു സുഖമാണ് എനിക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മുടെ പുതിയ വർക്കിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ, തവരട്ടാ നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ചെയ്യാം, ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം അല്ലേ, അങ്ങനെ പറയുന്ന ഒരാളാണ് അർജുൻ. നമ്മുടെ ഈ വർക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്തായി നമ്മുടെ അടുത്ത വർക്ക് എന്തായി എന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം. താമരേട്ടാ നമസ്കാരം. നമ്മുടെ കീബോർഡ് പ്രോഗ്രാമിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലൂട്ടൊക്കെ ലൈവ് എടുക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഈ ഒരു പാട്ട് നന്നായിട്ട് വരും തോന്നുന്നുണ്ട്. കാരണം ഇതൊരു യുവാക്കളൊക്കെ ഏറ്റെടുക്കാവുന്ന രീതിയിൽ, കോളേജ് പിള്ളേരൊക്കെ ഇത് ആഘോഷമാക്കാവുന്ന രീതിയിലേക്ക് ഈ പാട്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് അടിപൊളിയാവട്ടെ, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ ഏട്ടാ, താങ്ക് യു. മണിത്താമര ഫോക്ക് മ്യൂസിക്കൽ എന്ന ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടപ്പിറപ്പുകളെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് എഴുതണം, ലൈക്ക് ചെയ്യണം.